Dear students, welcome back to my chemistry class, and here is your Asna ma'am. Now we are learning Kerala syllabus 9th standard chemistry chapter 4. ഇപ്പോൾ നമ്മൾ chapter 4 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And the name of our chapter is periodic table. Periodic table എന്ന chapter ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? മെൻഡലേവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. And today we are going to discuss about modern periodic table. ഇങ്ങനെയുള്ള പീരിയോഡിക് ടേബിൾ, ഇതാണ് നമുക്കറിയാം മോഡേൺ പീരിയോഡിക് ടേബിൾ. നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ, ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So our today's topic is modern periodic law. മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ എന്താണ് പുതിയ പീരിയോഡിക് ലോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹെൻറി മോസ്ലി, ഇദ്ദേഹത്തെ നമുക്കറിയാലോ. ഇദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ് ഹി പ്രൂവ്ഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ അറ്റോമിക് നമ്പർ. അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹെൻറി മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയും. ആ ഒരുപാട് എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി, ഒരു എലമെൻറ്റ് അതിൻ്റെ ഗുണം എന്തിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? അതിൻ്റെ അറ്റോമിക് നമ്പറിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്, നമുക്കറിയാലോ. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ എലമെൻറ്റിൻ്റെയും ഗുണങ്ങൾ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ എലമെൻറ്റും, ഒരു പ്രോട്ടോണുള്ള എലമെൻറ്റ് ആദ്യം വെച്ചു, 2 പ്രോട്ടോണുള്ള എലമെൻറ്റിന് രണ്ടാമത് വെച്ചു, അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അദ്ദേഹം ഓരോ എലമെൻറ്റിനെയും അറേഞ്ച് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു ടേബിൾ കൊണ്ടുവന്നു. ദിസ് ടേബിൾ ഈസ് നോൺ ആസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് ഹെൻറി മോസ്ലി ടോ. ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്, ഫസ്റ്റ് വീഡിയോയിൽ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻ 1869, while Mendeleev was framing the periodic table, there was no clear idea formed about the fundamental particles or the structure of the atom. അപ്പോൾ നമ്മൾ മെൻഡലേവ്സ് ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. അപ്പോൾ മെൻഡലേവിൻ്റെ പീരിയോഡിക് ടേബിൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ കുറിച്ച്. എന്തൊക്കെയാണ് ഒരു സ്ട്രക്ചർ ഓഫ് ആറ്റംസിൽ എന്തൊക്കെ ഉണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഈ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ചിട്ടൊന്നും. ഓക്കെ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഒരു ടേബിൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഹെൻറി മോസ്ലി എന്ത് ചെയ്തത്? മെൻഡലേവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ കണ്ടുവന്നു അല്ലേ? ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെ ഒരു ഗ്രൂപ്പിലാക്കി തിരിച്ചു. സോഫ്റ്റ് മെറ്റൽസിനെയും ഹാർഡ് മെറ്റൽസിനെയും ഒരു ഗ്രൂപ്പിലാക്കി. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഹൈഡ്രജന് ഒരു പ്രോപ്പർ പ്ലേസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അതും ഒരു ലിമിറ്റേഷനായിരുന്നു. പിന്നെ എന്തായിരുന്നു അടുത്ത ലിമിറ്റേഷൻ? ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ആയിരുന്നു അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷെ അതും കറക്റ്റായിട്ട് ചില സ്ഥലത്തൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ലിമിറ്റേഷൻ ആയിരുന്നു അല്ലേ, മെൻഡലേവ്സ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ നികത്തി പുതിയൊരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. ആര്? ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റലുകളെ കുറിച്ചിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയാണ് പുതിയ ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് കേട്ടോ. ഓരോ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ട് ഗിവ് സീരിയൽ നമ്പർ ടു ദ എലമെൻറ്റ്സ്. ഇറ്റ് വാസ് കോൾഡ് അറ്റോമിക് നമ്പർ. ബേസ്ഡ് ഓൺ ദിസ് ദ പീരിയോഡിക് ലോ വാസ് മോഡിഫൈഡ്. അപ്പോൾ ഹെൻറി മോസ്ലി എന്താ ചെയ്ത്? ഇങ്ങനെ ക്രിസ്റ്റൽസിന് എക്സ്ട്രാ ഡിഫ്രാക്ഷനൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തു? ഓരോ എലമെൻറ്റ്സിനും ഒരു സീരിയൽ നമ്പർ കൊടുത്തു. 1, 2, 3 എന്ന നമ്പേഴ്സ് കൊടുത്തു. ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആറ്റോമിക് നമ്പർ എന്ന്.
ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ലോ കൊണ്ടുവന്നു, ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ, അപ്പോൾ പണ്ട് കണ്ടിരുന്ന നമ്മുടെ മെൻഡലീവ്സ് കൊണ്ടുവന്ന പീരിയോഡിക് ലോ എങ്ങനെയായിരുന്നു? ആറ്റോമിക് നമ്പേഴ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത്? ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ ഇദ്ദേഹം ഹെൻറി മോസ്ലി അത് തിരുത്തി ആറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എലമെൻറ്റിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടിയെ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന്. ഹെൻറി മോസ്ലി എന്താ പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞു, ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ ആറ്റോമിക് നമ്പേഴ്സ്. ഇദ്ദേഹം എന്താ പറയുന്നത്? ഓരോ എലമെൻറ്റിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഭൗതികമായിട്ടുള്ള ഗുണങ്ങളും അതുപോലെ രാസഗുണങ്ങളും എന്തിനോട് ഡിപ്പെൻഡ് ആയിട്ടാണ്? എന്തിൻ്റെ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു? പീരിയോഡിക് ഫങ്ഷൻസ് ആണ് ആറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ ആറ്റോമിക് നമ്പേഴ്സ് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു റിപ്പീറ്റായിട്ട് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ പ്രോപ്പർട്ടിയുള്ള ഒരു എലമെൻറ്റ് കാണിക്കുന്നുണ്ട്. വീണ്ടും കുറച്ചങ്ങോട്ട് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ വീണ്ടും അതേ പ്രോപ്പർട്ടി കാണിക്കുന്ന വേറെ എലമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇവയെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം ഗ്രൂപ്പുകളായിട്ടും പീരീഡുകളാക്കി തിരിച്ചു. മെൻഡലീവ്സ് എങ്ങനെയായിരുന്നു? മെൻഡലീവ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറായിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും അറേഞ്ച് ചെയ്തത്? ആറ്റോമിക് മാസ്, ഓരോന്നിൻ്റെയും മാസ് വെയ്റ്റിനനുസരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ആറ്റോമിക് നമ്പേഴ്സിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്തു. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഹെൻറി മോസ്ലി എന്താ ചെയ്തത്? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ പ്രോട്ടോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ പീരിയോഡിക് ഫങ്ഷൻസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഇങ്ങനെ റിപ്പീറ്റായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ ആറ്റോമിക് നമ്പേഴ്സ്. അപ്പോൾ ആറ്റോമിക് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇതാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ച പീരിയോഡിക് ടേബിൾ. ഇങ്ങനെയാണ് പുതിയ പീരിയോഡിക് ടേബിൾ, നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ. ഇവിടെ ഫസ്റ്റ് ഒരു പ്രോട്ടോണുള്ള ഹൈഡ്രജൻ ഇത് ഇവിടെ 1. ഓക്കെ, ദെൻ 2 പ്രോട്ടോണുള്ളത് ഇവിടെ 2. അപ്പോൾ അത് കണ്ടോ, ഹീലിയം 2. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റോമിക് നമ്പർ ആണെന്ന്. അപ്പോൾ ആറ്റോമിക് നമ്പർ 1 ഇവിടെ, ആറ്റോമിക് നമ്പർ 2 ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഒരു സിമ്പിൾ ഉണ്ട്, അതിന് താഴെ ഹൈഡ്രജൻ എന്ന് കാണിക്കുന്നുണ്ട്. അതിന് താഴെ കണ്ടോ 1, ആറ്റോമിക് നമ്പർ 1, ഇവിടെ ആറ്റോമിക് നമ്പർ 2, ദെൻ ഇവിടെ ആറ്റോമിക് നമ്പർ 3 മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ആറ്റോമിക് നമ്പർ. കണ്ടോ, ഇവിടെ 3 എന്ന് പറയുന്നത് ലിത്തിയത്തിനാണ്, 4 ബെറീലിയം, പിന്നീട് ഇവിടെയാണ് നോക്കേണ്ടത് 5 ബോറോണ് തൊട്ട് മുകളിൽ 5 എഴുതിയിരിക്കുന്നു, കാർബൺ മുകളിൽ 6, നൈട്രജൻ മുകളിൽ 7, പിന്നെ അതിൻ്റെ താഴെ നൈട്രജൻ. അതിന് താഴെ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് എന്താണ്? നമുക്കറിയാം കോമ ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും? യെസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓരോ ഷെല്ലുകളിലും ഓരോ ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. കണ്ടോ, ഇവിടെ എന്തോ 2 റോകൾ താഴെ എടുക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇവിടെ എന്താ ചെയ്തത്? അദ്ദേഹം ഹെൻറി മോസ്ലി ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1, ദെൻ 2, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10, അങ്ങനെ 11, 12 അങ്ങനെ ഇൻക്രീസ് ചെയ്തു. അതേ ഇവിടെ നോക്കൂ, കണ്ടോ 54, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 87, അങ്ങനെ ഓരോന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ ലാസ്റ്റ് 118. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇവിടെ 57ഉം അതുപോലെ ബാക്കിയുള്ളത് 71 വരെ ഇവിടെയുണ്ട്, അതുപോലെ 89 മുതൽ അതിന് തൊട്ട് താഴെ 103 വരെ ഇവിടെയുണ്ട്. അപ്പോൾ അവർ ഇവിടെ അല്ലേ വരണ്ടേ എന്നൊക്കെ 56, 50, ഇവിടെ 87, അപ്പോൾ ഇവിടെ 88, ഇതിൻ്റെ ഇവിടെ അല്ലേ വരണ്ടേ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കുക, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇവിടെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് കണ്ടോ 118, ഫസ്റ്റ് ഇതേ 1, ഹൈഡ്രജൻ 1. ഓക്കെ, സോ ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? ഇനി ഇദ്ദേഹം
എങ്ങനെ അറേഞ്ച് ചെയ്തു? ഓരോന്നിനെയും അറ്റോമിക് നമ്പേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ മെൻഡലീഫ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു, അദ്ദേഹം ഓരോ എലമെൻറ്റിനെയും ഗ്രൂപ്പുകളും ഈ പീരിയോഡിക് ടേബിൾ അദ്ദേഹം ഗ്രൂപ്പുകളും പീരീഡുകളൊക്കെ ആക്കി തിരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതേ വേർഡ്സ് തന്നെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉപയോഗിക്കുന്നത്. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെർട്ടിക്കൽ കോളംസ്, ഇങ്ങനെയുള്ള വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിലും ഗ്രൂപ്പുകളുണ്ട്. ദെൻ പീരിയഡ്സ് എന്തായിരുന്നു മെൻഡലീവ്സ് പറഞ്ഞിരുന്നത്? ഹൊറിസോണ്ടൽ റോസ്, ഇങ്ങനെ കിടക്കുന്ന റോസിനെയാണ് പീരിയഡ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ എത്ര പീരിയഡ്സ് ഉണ്ട്? ഇതൊരു പീരീഡാണ്, ഇങ്ങനെയുള്ള ഇതൊരു റോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ എത്ര എലമെൻ്റ് ഉണ്ട്? ഹൈഡ്രജനും ഹീലിയം 2 എണ്ണം. സെക്കൻഡ് പീരീഡ്, ഇത് അടുത്ത പീരീഡാണ് കേട്ടോ. സെക്കൻഡ് പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 പിന്നെ നോക്കുമ്പോൾ 3 4 5 6 7 8 എലമെൻറ്റ്സ് ഉണ്ട്. തേർഡ് പീരീഡ് ചെക്ക് ചെയ്താലോ 1 2 3 4 5 6 7 8 അങ്ങനെ തേർഡ് പീരീഡിലും 8 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ എത്ര പീരീഡ് ഉണ്ടെന്ന് അറിയോ? 7 പീരീഡുകളുണ്ട്. ഓക്കെ, 7 പീരീഡ്സ് ഉണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ. ദെൻ ഇവിടെ തൊട്ട് താഴെ കണ്ടു. അപ്പോൾ ഇതെല്ലാം പീരിയോഡിക് ടേബിളിലെ പീരീഡ്സ് ആണ്. 7 പീരീഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി അടിയിൽ കാണുന്ന 2 റോകൾ എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ ഇതെന്താണെന്നറിയോ? ഗ്രൂപ്പ്സുകൾ. നമുക്കറിയാം വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള താഴേക്കുള്ള കോളംസ് അതെല്ലാമാണ് ഗ്രൂപ്പുകളാക്കുന്നത്. സോ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ 18 ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, ഇതെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം അങ്ങനെ പോകുന്നു. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം അങ്ങനെയല്ല, ഇതെല്ലാം സെക്കൻഡ് ഗ്രൂപ്പ്. അതുപോലെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് അങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട്. കണ്ടോ, 18th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ്, ഓക്സിജൻ മുതൽ. ഓക്കെ, സോ ഇങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. അതുപോലെ 7 പീരീഡുകളുണ്ട്. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിൾ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് എത്രയാണ്? നമ്മൾ കണ്ടു 7. അതുപോലെ ദ ഷോർട്ടസ്റ്റ് പീരീഡ് ഈസ് ഫസ്റ്റ് പീരീഡ്. അപ്പോൾ ഏറ്റവും ചെറിയ പീരീഡ് ഏതായിരുന്നു? 2 എലമെൻറ്റ്സ് ഉള്ള ഫസ്റ്റ് പീരീഡാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ തേർഡ് പീരീഡ് ഈസ് 8. അപ്പോൾ മൂന്നാമത്തെ പീരീഡിൽ എത്ര എലമെൻറ്റ് ഉണ്ടായിരുന്നു? 8 എലമെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആർ 18. ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ? 18. ഓക്കെ, 18 ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ. ഓക്കെ, ദെൻ ഇങ്ങനെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് 2 എലമെൻറ്റ്സിനെ എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാവും? ഇതിൽ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന നമ്പർ ആറ്റോമിക് നമ്പറാണ്. പിന്നീട് കാണിക്കുന്നത് സിമ്പൽ ബി, ബോറോണിൻ്റെ സിമ്പലാണ് ബി എന്ന്. ദെൻ അടിയിൽ അതിൻ്റെ എലമെൻറ്റിൻ്റെ പേരും കാണിക്കുന്നുണ്ട്, അതാണ് നെയിം, ബോറോൺ. ദെൻ വീണ്ടും അടിയിൽ കാണിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് പീരിയോഡിക് ടേബിളിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ബോറോൺ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 3. ഇതെല്ലാം നമുക്കൊരു പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളവരാണെങ്കിൽ അതെടുത്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർബണിൻ്റെ നോക്കൂ. തൊട്ട് മേലെ കാണിക്കുന്നത് എന്താണ്? മേലെ കാണിക്കുന്ന നമ്പർ ആറ്റോമിക് നമ്പറാണ്. സി എന്ന് പറഞ്ഞാൽ സിമ്പൽ സി, കാർബണിൻ്റെ സിമ്പൽ സി ആണ്. ദെൻ ആ സി എന്ന് കാണിച്ചാൽ നമുക്കറിയാം അതിൻ്റെ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്, കാർബൺ ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ തന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ കുറച്ച് ഓരോ കളർ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബ്രൗൺ കളറിലുള്ളത് ഗ്യാസുകളായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുന്നത് ലിക്വിഡ്സ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ ഇങ്ങനെ ഒരു പീച്ച് കളർ കൊടുത്തിട്ടുള്ളത് സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്, നമ്മൾ മനുഷ്യന്മാർ സൃഷ്ടിച്ചിട്ടുള്ള എലമെൻറ്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു പീരിയോഡിക് ടേബിൾ തന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇതേ നോക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്കൊന്നും പോവാം. കണ്ടോ, ഇവിടെ നോക്കൂ,
ഇവിടെ ഹിൻസായി കൊടുത്തിട്ടുണ്ടോ? ഗ്യാസുകൾ. അപ്പോൾ ഏതൊക്കെയാണ് ഗ്യാസ് ആയിട്ടുള്ള എലമെൻറ്റ്സ്? ഹൈഡ്രജനുണ്ട്. ഡാർക്ക് ബ്രൗണിൽ കാണുന്നത് ഇവിടെ ഇല്ല. ഈ എലമെൻറ്റ്സ് എല്ലാം ഗ്യാസുകളാണ്. ദെൻ ലിക്വിഡ്സ് ആയിട്ടുള്ളതോ? ഇതെല്ലാം ഇവിടെ സീഷ്യം, ഫ്രാൻസിയം, ദെൻ മെർക്കുറി, ഗാലിയം, ബ്രോമിൻ, ഇതെല്ലാം ലിക്വിഡ്സ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ സിന്തറ്റിക് എലമെൻറ്റ്സോ? അതെല്ലാം കണ്ടോ ഇവിടെ പീച്ച് കളറിൽ കാണിക്കുന്ന. ഓക്കെ, ഇതെല്ലാം സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്. നമ്മൾ ഓരോ റേഡിയേഷൻസ് ഒക്കെ വഴി കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടു. മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി in the periodic table, the elements with similar properties are included in the same group. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലെല്ലാം മെൻ്റലിസ്റ്റ് പറഞ്ഞിരുന്നു എന്ത്? സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് ആണ് ഒരു ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് വന്നിരുന്നു. പക്ഷേ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ശരിക്കത് പ്രൂവ് ചെയ്ത് തന്നു. ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സിനെയാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ സ്വഭാവക്കാരാണ് ഒരു ഗ്രൂപ്പിലുള്ളത്. അങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ പിറകിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? ഇവരിങ്ങനെ വെറുതെ പറയുന്നതല്ല, അത് പ്രൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ അതിൻ്റെ ഓരോ എലമെൻറ്റ്സും പീരിയോഡിക് ടേബിൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഈ പ്രോപ്പർട്ടിയും ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് സിമിലർ പ്രോപ്പർട്ടി, ഒരേ സ്വഭാവക്കാരാണല്ലോ, അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റാണോ എന്ന്. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. See the electronic configuration of group 1 elements of the periodic table. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിളിൻ്റെ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്, നിങ്ങളുടെ കയ്യിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെക്കൂ. എന്നിട്ട് ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഞാനിവിടെ കാണിച്ചു തരാം. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഹൈഡ്രജൻ ഉണ്ടോ അതിൽ? യെസ് ഉണ്ട്. ദെൻ തൊട്ട് താഴെ ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ദെൻ ഇനി ഇതിൻ്റെ എല്ലാം ആറ്റോമിക് നമ്പേഴ്സ് അതിൽ തന്നിട്ടുണ്ട്. 1, 3, 11, 19, 37, 55, 87. ഇനി ഇതിൻ്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ആണ് ഈ കാണിക്കുന്നത്. ഹൈഡ്രജൻ്റെ 1, ദെൻ ലിഥിയത്തിൻ്റെ 2, 1, ദെൻ സോഡിയത്തിൻ്റെ 2, 8, 1, പൊട്ടാസ്യം 2, 8, 8, 1, റുബീഡിയം 2, 8, 18, 8, 1, ദെൻ സീഷ്യം 2, 8, 18, 18, 8, 1, ദെൻ ഫ്രാൻസിയം 2, 8, 18, 32, 18, 8, 1. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ പെക്യുലാരിറ്റീസ് സീൻ ഇൻ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദീസ് എലമെൻറ്റ്സ്? എന്തെങ്കിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരു ഷെല്ലുകളാണല്ലോ. ഫസ്റ്റ് ഹൈഡ്രജന് ഒരു ഷെല്ലേ ഉള്ളൂ, 1. ലിഥിയത്തിന് 2 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് 3 അറ്റോമിക് നമ്പർ. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, കെ എന്ന ഷെല്ലിൽ 2, നെക്സ്റ്റ് എൽ എന്ന ഷെല്ലിൽ 1. അങ്ങനെ LMN നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷെല്ലുകളൊക്കെ അറിയാം. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ദെൻ ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന നമ്പേഴ്സ്. അപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെല്ലാം നോക്കൂ. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിൻ്റെതെല്ലാം 1 ആണ്. 1 ഇലക്ട്രോണേ ഉള്ളൂ ഇവരുടെ എല്ലാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഷെല്ലുകളിൽ 1 ഇലക്ട്രോൺസ് ആണ് ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റീസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ outermost shell of these elements? 1. We can see only 1 electrons. Okay. In the next question, what is the nature of the chemical bond formed by these elements? അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് 1 ഇലക്ട്രോൺ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതെങ്കിൽ അത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇലക്ട്രോൺസിനെ നേടിയെടുക്കുകയാണോ ചെയ്യുക? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും?
ഒരു ഇലക്ട്രോണ് 8 ആണ് ലാസ്റ്റ് വരേണ്ടത്. അതിന് ഒരു ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യുകയാണോ ഈസി, അതോ ബാക്കിയുള്ള 7 എണ്ണത്തിന് അക്സെപ്റ്റ് ചെയ്യാനാണോ? യെസ്, ഒരെണ്ണത്തിന് അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണുന്നത് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ അപ് ടു കംപ്ലീറ്റ് ആയാലാണ് ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് എല്ലാം നോക്കുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് ബോണ്ടിങ് ആയിരിക്കും അവർ കാണിക്കുന്നത്? അയോണിക് ബോണ്ടിങ്. ഇവിടെ ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവർ മെറ്റൽസ് ആണ്. മെറ്റൽസ് എപ്പോഴും എങ്ങനെയാണ് അയോണിക് ബോണ്ടാണ് കാണിക്കുന്നത്. +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഓക്സിഡേഷൻ. അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ പ്ലസ് ചാർജ് വരുന്നു. അപ്പോൾ ഇവിടെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവർ അയോണിക് ബോണ്ട് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഹൈഡ്രജൻ എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. ഹൈഡ്രജൻ എന്താണ്? കോവാലൻറ്റ് ബോണ്ടിങ്ങിലൂടെയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഹൈഡ്രജൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും അയോണിക് ബോണ്ടാണ് ഗ്രൂപ്പ് 1 നോക്കുമ്പോൾ. ദ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 1 എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇതാണല്ലോ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺസ് അതെല്ലാം നോക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഇവരെല്ലാം എന്ത് ചെയ്യും? ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ഹൈഡ്രജനെ ഷെയർ ചെയ്യുകയാണ്. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ അവർ ഒരെണ്ണത്തിന് അങ്ങ് ഡൊണേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ കണ്ടോ, ഇവരെല്ലാം ഒരേ പ്രോപ്പർട്ടി എന്ന് മനസ്സിലായില്ല. ഇവരെല്ലാം ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹെൻറി മോസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള പീരിയോഡിക് ടേബിൾ എത്രയോ പെർഫെക്റ്റ് ആണ്. കണ്ടോ, ഇതിൽ ഒരു എലമെൻറ്റ് പോലും മിസ്റ്റേക്ക് കാണിക്കുന്നില്ല. എല്ലാം ഒരു ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു, അയോണിക് ബോണ്ടുകളായി മാറുന്നു. ഇവരെല്ലാം ഒരേ സ്വഭാവക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ പെർഫെക്റ്റ് ആണ്. മനസ്സിലായല്ലോ, ഇവരെല്ലാം ഒരേ സ്വഭാവക്കാരാണെന്ന്. കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ കെമിക്കലി ഈ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്, ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരാണ്. ഓക്കെ. ദ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 1 എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതെങ്ങനെ മനസ്സിലായത്? എല്ലാവരും ഔട്ടർമോസ്റ്റ് ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഹൈഡ്രജൻ കോവാലൻറ്റ് ബോണ്ട്, ഹൈഡ്രജൻ എക്സെപ്ഷണൽ കേസാണ്. ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കെമിക്കലി അവർ ഒരേ പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രയോ പെർഫെക്റ്റ് ആണ് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ. ഓക്കെ. ദെൻ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആർ നോൺ ആസ് ആൽക്കലി മെറ്റൽസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിന് എന്ത് പേര് പറയുന്നറിയോ? ഏതാണ് ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്? യെസ്, ഇതാണല്ലോ ഈ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്. ഇവിടെ ഈ കാണിക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്, ഇവരെ എല്ലാം പറയുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആർ നോൺ ആസ് ആൽക്കലി മെറ്റൽസ്. ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കെമിസ്ട്രി എത്ര കാലം നിങ്ങൾ പഠിക്കുന്നോ അത്ര കാലം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇതെല്ലാം. ഓക്കെ. സോ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് ആൽക്കലി മെറ്റൽസ് എന്ന്. ഓക്കെ. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സീ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഇനി ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ പീരിയോഡിക് ടേബിളിലുള്ള ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇത് എലമെൻറ്റ്സ് എന്നാണ് കേട്ടോ. സെക്കൻഡ് കോളം ആറ്റോമിക് നമ്പർ, തേർഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ നമുക്ക് നോക്കാം. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കൂ. ഗ്രൂപ്പ് 2 രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതൊക്കെ ഉണ്ട്? ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, അങ്ങനെ പോകുന്നുണ്ട്. സോ ഇതിൻ്റെ എല്ലാ ആറ്റോമിക് നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ നോക്കൂ, ഉണ്ടോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 282 2882 ദെൻ 28 1882. അങ്ങനെ ലാസ്റ്റ് നോക്കുമ്പോൾ എല്ലാ ഔട്ടർമോസ്റ്റ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് കാണുന്നുണ്ട്? 2 എണ്ണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇവരെല്ലാം ഒരേ പ്രോപ്പർട്ടിക്കാരാണ്. ഇവർ ഈ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുകയാണോ അത് അക്സെപ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? യെസ്, ഇവർ 2 ഇലക്ട്രോൺസിനെ ഇനി ഒക്റ്ററ്റായി മാറ്റണമെങ്കിൽ എന്ത് വേണം? ബാക്കി 6 ഇലക്ട്രോൺസ് എവിടെ നിന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്യലാണോ ഇവർക്ക് ഈസി, അതോ ഈ ഔട്ടർമോസ്റ്റിൽ കാണുന്ന 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നീട് കാണുന്നത് 8 എണ്ണം ഒക്റ്ററ്റായി നിർത്തുന്നതാണോ ഈസി? യെസ്, ഡൊണേറ്റ് ചെയ്യലാണ് ഇവർക്ക്
ഈസി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോൺസിനെ എല്ലാം ഡൊണേറ്റ് ചെയ്ത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവരെല്ലാം അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ കെമിക്കലി ഇവരെല്ലാം പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇവർ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ് 2ലുള്ള എലമെൻറ്റ്സ് എല്ലാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഹെൻറി മോസ്ലി കൊണ്ടുവന്ന പീരിയോഡിക് ടേബിൾ പെർഫെക്റ്റ് ആണ്. ഇവിടെ കണ്ടോ, ഈ ഗ്രൂപ്പിലുള്ളത് അദ്ദേഹം ഗ്രൂപ്പുകളാക്കി തിരിച്ചല്ലോ. ഈ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടിയാണ്. കണ്ടോ, ഇവരെല്ലാവരും ഡൊണേറ്റ് ചെയ്യുകയാണ് ഇലക്ട്രോൺസിനെ. ഓക്കെ, സോ ഇനി ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കുന്നറിയോ? യെസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് ഈ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ആർ നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നത്. ദെൻ കൺക്ലൂഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഈ 2 ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും എലമെൻറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലും കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദയർ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ എലമെൻറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയെ. അത് നമുക്ക് മനസ്സിലായി. ഓരോ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോഴും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ 1 ആയിരുന്നു. അപ്പോൾ അതെല്ലാവരും ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഹൈഡ്രജൻ ഒഴികെ. ബാക്കി സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലും എല്ലാതിൻ്റെയും 2 ആണ്. അവരും അയോണിക് ബോണ്ടാണ്. അപ്പോൾ അവർ കെമിക്കലി ഇവരെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെല്ലാം ഒരു പ്രോപ്പർട്ടിക്കാരാണ്, സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരെല്ലാം ഒരു പ്രോപ്പർട്ടി, ഒരേ ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. നമുക്ക് മനസ്സിലായി. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദയർ ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഓരോ എലമെൻറ്റിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടി, അവരെങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്ന്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? ഹെൻസ് the elements present in the same group exhibit similarity in the chemical properties. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ പീരിയോഡിക് ടേബിൾ കണ്ടോ. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗ്രൂപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ 17th ഗ്രൂപ്പ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഇവരെല്ലാവരും എടുക്കുമ്പോഴും ഇവരെല്ലാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. കണ്ടോ, 27 ഫ്ലോറിൻ്റെത്, 287 ക്ലോറിൻ്റേത്, അങ്ങനെ ഓരോന്നിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവരെല്ലാം ഇലക്ട്രോണിക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഈ 17th ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റ്സും. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇവരെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ എല്ലാം സെയിം ആണ്. ഇവരെല്ലാം ഒരേ പ്രോപ്പർട്ടീസാണ് ഷോ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് വീണ്ടും പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എത്രയോ പെർഫെക്റ്റ് ആണ്. ഇവരെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. ഓക്കെ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണെന്ന്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കൂ കേട്ടോ. നമ്മൾ കണ്ട ടേബിൾ തന്നെയാണ്, ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കൂ. കണ്ടോ, ഇവിടെ എല്ലാം 1 ആണ്. ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കൂ, ഇവിടെ എല്ലാം 2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ? യെസ്, ഗ്രൂപ്പ് 1ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കൂ 1. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് നമ്പറും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും സെയിം ആണ്. ഇവിടെ 2 ഗ്രൂപ്പ് 2 നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഗ്രൂപ്പിൻ്റെ നമ്പറും സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞൂടെ? യെസ്, വാട്ട്? Group number. The group number is the number of electrons in the outermost shell for the elements in group 1 and 2. അപ്പോൾ ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും
എലമെൻസിനെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കിയിട്ട് 1 ഉം 2 ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നു. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എന്നിട്ട് ലാസ്റ്റ് 1 അല്ലെങ്കിൽ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1 എന്ന് എഴുതിയാൽ ഗ്രൂപ്പ് 1ലുള്ള എലമെൻ്റ് ആണ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലാസ്റ്റ് 2 കിട്ടിയാൽ അത് ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെയും 2ൻ്റെയും അങ്ങനെയുള്ളത് കേട്ടോ. ഇനി ബാക്കിയുള്ള എലമെൻസിനെ എങ്ങനെയാണ് അവരുടെ പീരിയോഡിക് ടേബിൾ എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയാൽ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെയും 2ൻ്റെയും കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, എന്നിട്ട് ലാസ്റ്റ് 1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ഒബ്സർവ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് 13 to 18. അപ്പോൾ രണ്ടാമത്തെ പീരീഡ് നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് വെക്കൂ. എന്നിട്ട് നോക്കൂ രണ്ടാമത്തെ പീരീഡ് ഏതാ, രണ്ടാമത്തെ റോ നോക്കൂ. അതിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് കണ്ടോ. നമ്മൾക്ക് അറിയാം 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്നറിയാം. അതിൽ 13 മുതൽ 18 വരെയുള്ള സെക്കൻഡ് പീരീഡിൽ 13 മുതൽ 18 വരെയുള്ള എലമെൻറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കാണിക്കണമെങ്കിൽ ഒന്ന് നോക്കൂ, കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണല്ലോ 13th ഗ്രൂപ്പ്. 13 മുതൽ 18 വരെയുള്ള ഈ ഒരു ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഏതൊക്കെയാണ്? 13 ബ്രോമിൻ, ബോറോൺ, കാർബൺ, ബ്രോമിൻ അല്ല ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പോൾ ഇവയൊന്ന് നോക്കൂട്ടോ, ഇവരൊന്ന് ചെക്ക് ചെയ്തേ. ഇവരുടെ അറ്റോമിക് നമ്പർ 13, 14, 15, 16, 17, 18 അങ്ങനെയാണ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ ബ്രോമിൻ്റെ ഒന്ന് നോക്കൂ, 2, 3 ആണ് ബ്രോമിൻ്റേത്. ദെൻ കാർബൺ 2, 4 ആണ്. ദെൻ നിയോൺ 2, 5 ആണ്. ഇനി ഇവരെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ബ്രോമിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രോമിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ, അതിൻ്റെ അറ്റോമിക് നമ്പർ 13. ഇനി ഇവ തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കൂ. 13 - 3 എത്ര കിട്ടുന്നത്? 10. അപ്പം നമുക്ക് മനസ്സിലായി. പിന്നെ അതുപോലെ കാർബണിൻ്റെ ഒന്ന് നോക്കൂ. അറ്റോമിക് നമ്പർ 14, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. പിന്നെ ഡിഫറൻസ് എത്രയാണ്? 14 - 4 10 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അതുപോലെ ഇത് ചെക്ക് ചെയ്ത് നോക്കൂ. 5, 15 ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അറ്റോമിക് നമ്പർ 15. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഇവിടെ ഇവ തമ്മിലാണെങ്കിലും 16 - 6 10, 17 - 7 10, നിയോൺ 18 - 8 10. അപ്പോൾ ഇവ തമ്മിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുന്നു? ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഇനി ഇതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3, 4, 5, 6, 7 അങ്ങനെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. കണ്ടോ, ഇവിടെ 3 + 10 അത് 13th ഗ്രൂപ്പിലാണ് ബ്രോമിനുള്ളത്. 4 ആണെങ്കിൽ 4 + 10 14th ഗ്രൂപ്പിലാണ്. 1 ഉം 2 ഉം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആ ലാസ്റ്റ് 1 ഉം 2 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പോൾ 3 ഉം 4 ഉം 5 ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് 10. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന്. വി ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദീസ് എലമെൻറ്റ്സ് ബൈ ആഡിങ് 10 to the number of electrons in the outermost shell. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയും മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇവിടെ നമ്മൾ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അതിൻ്റെ അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്പർ ഓഫ് ഷെൽസും പീരീഡ് നമ്പർ. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് മാറി പീരീഡ്സ്, ഇനി ഓരോ പീരീഡ് ഏത് പീരീഡിലാണോ ഈ ഓരോ എലമെൻറ്റും ഇരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. നമുക്ക് വെറും ഒരു ആറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇവർ എത്രാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് അവിടെ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ ഹൈഡ്രജൻ്റെ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. അപ്പോൾ ഇതിൽ എത്ര ഷെല്ലുകളുണ്ട്? ഷെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓരോ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന ഓരോ
ഷെല്ലുകളിലാണ്. ഇവിടെ എത്ര ഷെല്ലുണ്ട്? ഒരു ഷെല്ലേ ഉള്ളൂ. ഇവിടെയോ ലിഥിയത്തിന് 2 ഷെല്ലുകളുണ്ട്, സോഡിയത്തിന് 3 ഷെല്ലുണ്ട്, പൊട്ടാസ്യം 4 ഷെല്ല്, അങ്ങനെ 5, 6, 7 പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 7 ഷെല്ലുകളുണ്ട്. ഈ 7 ഷെല്ലുകളായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ എത്ര ഷെല്ലുണ്ട്? ഒരു ഷെല്ലാണുള്ളത്. അപ്പോൾ 1 എന്നത് അതിൻ്റെ പീരീഡ് നമ്പർ. ഹൈഡ്രജൻ എത്രാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നത്? ഫസ്റ്റ് പീരീഡിലാണ്. ദെൻ ലിത്തിയോ, നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്ത് വെക്കണം. നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ബുക്കൊന്നും മറിച്ച് വെക്കുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട് പീരിയോഡിക് ടേബിൾ. ദെൻ ആറ്റോമിക് നമ്പർ 3 ആണ് ലിത്തിയം. ഇവിടെ ഷെൽ നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 1. ഇതിൽ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല് നമുക്കറിയാം. 2 എന്ന് ഫസ്റ്റ് ഷെല്ലിലിട്ടു, രണ്ടാമത്തെ ഷെല്ലിൽ ബാക്കി വരുന്ന ഒരെണ്ണം രണ്ടാമത്തെ ഷെല്ല്. ടോട്ടൽ KL 2 ഷെല്ലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് 2. ഇതിൻ്റെ എത്രാമത്തെ പീരീഡിലാണ് ലിഥിയം ഇരിക്കുന്നത്? പീരിയോഡിക് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, രണ്ടാമത്തെ പീരീഡിലാണ്. ദെൻ സോഡിയത്തിന് എത്ര ഷെല്ലുണ്ട്? 1, 2, 3. 3 ഷെല്ലുകളിലായിട്ട് 11 ഇലക്ട്രോൺസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എത്രാമത്തെ പീരീഡിലാണ് സോഡിയം ഇരിക്കുന്നത്? 3ാമത്തെ പീരീഡിൽ. ദെൻ പൊട്ടാസ്യം നോക്കൂ, എത്ര ഷെല്ലുകളുണ്ട്? 4 നമ്പർ ഓഫ് ഷെൽസ് 4. എത്രാമത്തെ പീരീഡിലാണ് പൊട്ടാസ്യം ഇരിക്കുന്നത്? 4ാമത്തെ പീരീഡിൽ. ദെൻ റുബീഡിയം ടോട്ടൽ നമ്പർ ഓഫ് ഷെൽസ് 5, പീരീഡ് നമ്പർ 5. സീഷ്യം നോക്കൂ, നമ്പർ ഓഫ് ഷെൽസ് ഇവിടെ 6 ഷെല്ലുകളിലുണ്ട്. അതിൻ്റെ പീരീഡ് ഒന്ന് നോക്കൂ, എത്രാമത്തെ പീരീഡിലാണ് സീഷ്യം ഇരിക്കുന്നത്? 6ാമത്തെ പീരീഡിലാണ്. ലാസ്റ്റ് ഫ്രാൻസിയം, ഏറ്റവും ലാസ്റ്റ് കാണുന്ന പീരീഡിൽ എത്ര ഷെല്ലുകളുണ്ട് ഈ ഫ്രാൻസ്യത്തിന്? ദെൻ 7 ഷെല്ലുകളുണ്ട്. അത് എത്രാമത്തെ പീരീഡിലായിരിക്കുന്നത്? 7ൽ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? യെസ്, എൻ്റെ ബ്രൈറ്റ് സ്റ്റുഡൻസിന് എന്തായാലും മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ പീരീഡിലുള്ള ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് നമുക്ക് എലമെൻറ്റ്സ് എങ്ങനെ നമുക്ക് മനസ്സിലാവും? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ? എത്ര ഷെൽസ് ഉണ്ടോ അത്ര തന്നെ ആയിരിക്കും അതിൻ്റെ പീരീഡ് നമ്പർ. ഇപ്പോൾ ഒരു ഷെല്ലുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പീരീഡിലാണ് ഇരിക്കുന്നത്. 2 ഷെല്ലുകളുണ്ടെങ്കിൽ അത് സെക്കൻഡ് പീരീഡിലാണ് ഇരിക്കുന്നത്. 3 ഷെല്ലുകളുണ്ടെങ്കിൽ 3ാമത്തെ പീരീഡിലാണ്. 4 ഷെല്ലുകളുണ്ടെങ്കിൽ 4ാമത്തെ പീരീഡിലാണ്. ഇതിൽ എന്താണ് ഷെല്ലെന്നൊക്കെ അറിയാത്തവരുണ്ടോ? ഷെല്ലെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിലും ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു എലമെൻറ്റിനെ തന്നു കഴിഞ്ഞു. അപ്പോൾ സോഡിയം എന്ന എലമെൻറ്റ് തന്നു കഴിഞ്ഞു, അതിൻ്റെ ആറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട് 11. എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ ഫസ്റ്റ് K എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഇട്ടു, നെക്സ്റ്റ് L എന്ന ഷെല്ലിൽ 8 ഇലക്ട്രോൺസിന് ഇട്ടു, ബാക്കി വരുന്നത് 1 ഇലക്ട്രോൺ നെക്സ്റ്റ് ഷെല്ലിലിട്ടു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എത്ര ഷെല്ലുകളുണ്ട്? യെസ്, 3 ആണ്. 3 ഷെല്ലുണ്ട്. അപ്പോൾ അത് എത്ര പീരീഡ് ഉണ്ടായിരിക്കും? എത്ര പീരീഡ് ഉണ്ടായിരിക്കും എന്നല്ല, ഏത് പീരീഡിലാണുള്ളത്? 3ാമത്തെ പീരീഡിലാണുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എത്ര ഷെല്ലുണ്ടോ അതായിരിക്കും അതിൻ്റെ പീരീഡ് നമ്പർ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അപ്പോൾ നമ്മൾ കണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരുന്നു. ഇനി നിങ്ങൾ ഇത് വേറെ ഗ്രൂപ്പിലുള്ളതാണ്. നമുക്ക് നോക്കാം. ബെറീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 4 തന്നു. നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 4 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി 2, 2. ഇനി എത്ര ഷെല്ലുണ്ടായിരിക്കും ഇതിൽ? 2 ഷെല്ല്. ദെൻ പീരീഡോ? യെസ്, 2 ഷെല്ലുണ്ടെങ്കിൽ എത്രാമത്തെ പീരീഡ് ആയിരിക്കും? സെക്കൻഡ് പീരീഡിലാണ്. ദെൻ സോഡിയം എടുത്ത് നോക്കൂ, ആറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ്, അതിന് എത്ര ഷെല്ലുകളുണ്ട്? 3 എണ്ണം. എത്രാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നത്? 3ാമത്തെ പീരീഡിൽ. കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. യെസ്, കറക്റ്റാണ്. ദെൻ കാൽഷ്യം 20 ആണ് ആറ്റോമിക് നമ്പർ. എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 288, 2. ദെൻ അതിൻ്റെ നമ്പർ ഓഫ് ഷെല്ല് 4 ഷെല്ലുകളുണ്ട്. എത്രാമത്തെ പീരീഡിലായിരിക്കുന്നത്? 4th പീരീഡിലാണ്. ദെൻ അയഡിൻ 53, 18, 18, 7. അത് നമ്പർ ഓഫ് ഷെൽസ് 5 ഷെല്ലുകളുണ്ട് ഇവിടെ. എത്രാമത്തെ പീരീഡിലാണ്? 5ാമത്തെ പീരീഡിൽ. അപ്പോൾ അത് പെർഫെക്റ്റ് ആണല്ലോ. യെസ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ പെർഫെക്റ്റ് ആണ്. നമുക്കതിൻ്റെ ഓരോന്നിൻ്റെയും പീരീഡ് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കൺക്ലൂഷനൊക്കെ എത്തിയത്? ഈ പീരീഡ് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തമ്മിൽ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ആൻ എലമെൻറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് പീരീഡ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ആർ ദ സെയിം. നമ്മൾ പറഞ്ഞതാണ്, എത്ര ഷെല്ലുകളുണ്ടോ അതായിരിക്കും അതിൻ്റെ പീരീഡ് നമ്പർ. ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു എലമെൻറ്റ് എവിടെയാണ് ഇരിക്കുന്നതുണ്ടെങ്കിൽ
അത് മൂന്നാമത്തെ പീരീഡിലാണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലല്ല, അതിൽ ടോട്ടൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും? 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ നാലാമത്തെ പീരീഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് 4 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ കൺക്ലൂഷൻ. ദെൻ based on the common characteristics of elements in each group that can be grouped as different families. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ 18 ഗ്രൂപ്പുകളാക്കിയല്ലോ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ, ഹെൻറി മോസ്ലിൽ. ഈ ഓരോ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഓരോ ഫാമിലി ആയിട്ട് നമ്മളൊരു പേര് നൽകുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഏതാണെന്നറിയോ? ഫസ്റ്റ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്നത്, അവിടെ ആ ഫാമിലിക്ക് പറയുന്നത് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ദെൻ ഗ്രൂപ്പ് 2, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ദെൻ 3 മുതൽ 12 വരെ, 3 to 12 ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സുകളെ നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. ദെൻ 13th ഗ്രൂപ്പ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ബോറോൺ. അപ്പോൾ അതുകൊണ്ട് ബോറോൺ ഫാമിലി എന്ന് പറയുന്നു. 14th ഗ്രൂപ്പ്, നിങ്ങൾ എൻ്റെ കൂടെ ഗ്രൂപ്പുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. 14th ഗ്രൂപ്പ്, 14th ആറ്റോമിക് നമ്പർ ഉള്ളത് ആരാണ്? കാർബൺ അല്ലേ? അപ്പോൾ 14th ഗ്രൂപ്പ്, യെസ്, 14th ഗ്രൂപ്പ്